നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ ഞായറാഴ്ച അറിയാം. MLA-മാരിൽ നിന്നും അഭിപ്രായം തേടി ഹൈക്കമാൻഡ് നിരീക്ഷകർ. രമേശ് ചെന്നിത്തല തിരുവാതിര നക്ഷത്രം. മുഖ്യമന്ത്രിയാകുന്നതിനു വേണ്ടി INTUC തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് KN നാരായണന്റെ വക വഴിപാട്. തൃശൂർ ജില്ലയിലെ നന്ദിപുലം കിഴക്കേ കുമരഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി വ്യാഴാഴ്ചയിലെ ദിവസപൂജയും ഗുരുതി പുഷ്പാഞ്ജലിയും ഒറ്റ ശർക്കര നിവേദ്യവും നടത്തിയത്. തൃശൂർ മുണ്ടുപാലം ജംഗ്ഷനിൽ സ്കൂട്ടർ യാത്രിക ലോറി കയറി മരിച്ചു. അവിനിശ്ശേരി സ്വദേശി വടുക്കൂറ്റിൽ വീട്ടിൽ ശ്രീനിവാസ് ഭാര്യ 36 വയസ്സുള്ള ദേവികയാണ് മരിച്ചത്. ദേശീയപാത പേരാമ്പ്രയിൽ നിയന്ത്രണം വിട്ട KSRTC സൂപ്പർഫാസ്റ്റ് ബസ് റോഡരികിലെ സ്വകാര്യ പറമ്പിലേക്ക് ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ദേശീയപാത മരത്താക്കര കുഞ്ഞനമ്പാറയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 12 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആക്സ് പ്രവർത്തകർ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഒല്ലൂർ അഞ്ചേരിയിൽ പരക്കെ നാശം. വിദ്യാനഗർ, പാർവതി ലൈൻ, കവിത റോഡ് എന്നിവിടങ്ങളിലാണ് മഴയിൽ മരങ്ങൾ വീണ് നാശം വിതച്ചത്. ശക്തമായ കാറ്റിലും മഴയിലും വരന്തരപ്പള്ളി വടക്കുമുറിയിൽ മാവിന്റെ കൊമ്പൊടിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു. KSEB അധികൃതർ തകർന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഘനലോഹ മാലിന്യം ഉപയോഗിച്ച് നിലം നികത്തിയതിൽ നടപടി. ഘനലോഹ മാലിന്യം കലർന്ന മണ്ണ് ഉപയോഗിച്ചിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടെത്താൻ നടപടി ആരംഭിച്ചതായി എറിയാട് പഞ്ചായത്ത് പ്രസിഡന്റ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ പള്ളിവേട്ട ആഘോഷം ഇന്ന് ആഘോഷിക്കുന്നു. രാവിലെ നടന്ന ശീവേലി എഴുന്നള്ളിപ്പിന് 17 ഗജവീരന്മാർ അണിനിരുന്നു. പാറമേക്കാവ് കാശിനാഥൻ സംഗമേശ്വരന്റെ തിടമ്പേറ്റി. നാളെ ക്ഷേത്രോത്സവത്തിന് സമാപനം കുറിച്ച് ആറാട്ട് നടക്കും. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്ററിൽ സ്ഥാപിച്ച പുതിയ ഷട്ടറുകൾക്ക് ചോർച്ചയുണ്ടെന്ന നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ലീക്ക് ടെസ്റ്റ് നടത്തുന്നതിന്റെ ഭാഗമായി വെള്ളം വറ്റിക്കൽ തുടങ്ങി. വാട്ടർ അതോറിറ്റി മെക്കാനിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ണികൃഷ്ണൻ, സിവിൽ വിഭാഗം ഉദ്യോഗസ്ഥ ഗോപിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ലീക്ക് ടെസ്റ്റ് നടത്തുന്നത്. തൃശൂർ ചേതന സംഗീത നാട്യ അക്കാദമിയുടെ 21ാമത് വാർഷികവും ചേതനോത്സവവും ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിക്കും. മൈലിപ്പാടം ചേതന ഓഡിറ്റോറിയത്തിൽ ശനിയാഴ്ച വൈകിട്ട് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എറിയാട് പഞ്ചായത്തിലെ 1ാം വാർഡിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന അംഗൻവാടി ഹെൽപ്പർ സുജാതയ്ക്ക് യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് MRRM HS സ്കൂളിലെ 82-83 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹം ഒരു തുള്ളി ദാഹജല വിതരണം ചാവക്കാട് ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിൽ ലൈംഗിക അതിക്രമം തടയുന്നതിനിടെ മലയാളി യുവാവിന്റെ മർദ്ദനമേറ്റ് മരിച്ച തൃശൂർ വാടാനപ്പള്ളി സ്വദേശിനി മരിച്ച സംഭവത്തിൽ പ്രതി കർണാടക പോലീസിന്റെ പിടിയിലായി. കൊല്ലം സ്വദേശി ദീപക് കൃഷ്ണയാണ് പിടിയിലായത്. നിയന്ത്രണം വിട്ട ടോറസ് ലോറി വാഴക്കോട് സെന്ററിൽ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിലാർക്കും പരിക്കില്ല. രാജ്യാന്തര മാതൃദിനത്തോടനുബന്ധിച്ച് തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷൻ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഞായറാഴ്ച തൃശൂർ ടൗൺ ഹാളിൽ മാതൃവന്ദനം, മാതൃകാ ചിന്തനം, ആദരണ സംഗീത സന്ധ്യ സംഘടിപ്പിക്കും. മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. വേനൽ മഴ ശക്തമായതോടെ പാവറട്ടി സെന്ററിലെ വ്യാപാരികൾ വെള്ളക്കെട്ട് ഭീതിയിൽ. കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത കനത്ത മഴയിൽ പാവറട്ടി സെന്ററിലെ റോഡും വ്യാപാര സ്ഥാപനങ്ങളും വെള്ളക്കെട്ടിലായി. പാവറട്ടിയിൽ പട്ടാപ്പകൽ കവർച്ച. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി പരാതി. പാവറട്ടി പുളിഞ്ചേരിപ്പടിയിൽ പുലിക്കോട്ടിൽ ജോമോന്റെ വീട് കുത്തി തുറന്നാണ് മോഷണം നടന്നത്. ദേശീയപാതയിലെ സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് BJP കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി ബൈപ്പാസ് ഉപരോധ സമരം നടത്തി. മഹിളാ മോർച്ച സൗത്ത് ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. സ്മൃതി സാംസ്കാരിക പൈതൃക പഠനവേദിയുടെ നേതൃത്വത്തിൽ ഗാനരചയിതാവുമായിരുന്ന യൂസഫ് അലി കേച്ചേരി അനുസ്മരണം ഞായറാഴ്ച നടക്കും. വൈകിട്ട് നടക്കുന്ന അനുസ്മരണ സമ്മേളനം MLA സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്യും.
നെല്ലങ്കര ധന്വന്തരി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ക്ഷേത്രത്തിൽ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായി ധന്വന്തരി മഹായജ്ഞവും സഹസ്രനാമജപവും നടക്കും. വെള്ളിയാഴ്ച രാവിലെ ബ്രഹ്മശ്രീ പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ മഹായജ്ഞത്തിന് തുടക്കം കുറിക്കും. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിഞ്ഞനം യൂണിറ്റ് 49ാമത് വാർഷിക പൊതുയോഗം നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. ചളിങ്ങാട് ഹംസ മുസ്ലിയാരുടെ 19ാമത് ഉറൂസ് മുബാറക്കിന് നാളെ തുടക്കമാകും. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പതാക ഉയർത്തൽ, മഖാം സിയാറത്ത്, രാത്രി 7 മൗലീദ് സദസ്സ് എന്നിവ നടക്കും. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.